ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലുള്ള ടീമിൽ നിന്ന് മലയാളി താരം എസ് ശ്രീശാന്തിനെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ധോണി ആവശ്യപ്പെട്ടിരുന്നതായി വെളിപ്പെടുത്തി ഇന്ത്യൻ താരം ആർ അശ്വിൻ. തൻ്റെ ആത്മകഥയായ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്ന പുസ്തകത്തിലാണ് 2010 ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലുണ്ടായ നാടകീയമായ സംഭവങ്ങളെക്കുറിച്ച് അശ്വിൻ വിവരിക്കുന്നത്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ പോർട്ട് എലിസബത്തിൽ നടന്ന മത്സരത്തിൽ ഞാനും ശ്രീശാന്തും ഉൾപ്പെടെയുള്ള താരങ്ങൾ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും മത്സരം നടക്കുമ്പോൾ റിസർവ് താരങ്ങളെല്ലാം ഡഗ്ഔട്ടിലുണ്ടാകണമെന്ന് ധോണി ഗ്രൗണ്ടിലിറങ്ങും മുമ്പേ കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. മത്സരത്തിനിടെ ഒന്നിലേറെ തവണ ഞാൻ ധോണിക്ക് വെള്ളം കൊടുക്കാനായി ഗ്രൗണ്ടിലേക്ക് പോയിരുന്നു. അങ്ങനെ ഒരു തവണ ഡ്രിങ്ക്സ് ബ്രേക്കിന് വെള്ളം കൊടുക്കാൻ പോയപ്പോൾ ധോണി എന്നോട് ചോദിച്ചു, ശ്രീ എവിടെയെന്ന്. എന്തിനാണ് അദ്ദേഹം അത് ചോദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ധോണി എപ്പോഴും അങ്ങനെയാണ് കാര്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് മറുപടി പറയണമെന്നും മറുപടി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നും എനിക്കറിയാമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശ്രീ മുകൾ നിലയിലെ ഡ്രസ്സിംഗ് റൂമിലുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീയോട് പറയൂ വന്ന് താഴെ റിസർവ് താരങ്ങളുടെ കൂടെ ഇരിക്കാൻ. ഒരു രാജ്യാന്തര മത്സരത്തിൽ വിക്കറ്റ് കീപ്പറായി നിൽക്കുന്നതിനിടെ ശ്രീ റിസർവ് താരങ്ങളുടെ കൂടെയില്ലെന്നത് ധോണി എങ്ങനെയാണ് ശ്രദ്ധിച്ചതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഡഗ്ഔട്ടിൽ തിരിച്ചെത്തിയ ഞാൻ അവിടെയുണ്ടായിരുന്ന മുരളി വിജയോട് പറഞ്ഞു, ശ്രീയോട് താഴേക്ക് വരാൻ ധോണി പറഞ്ഞിട്ടുണ്ടെന്ന്. അവൻ പറഞ്ഞു, ഞാൻ പറയില്ല, നീ തന്നെ പോയി അവനോട് പറയൂ എന്ന്. ഞാൻ ഡ്രസ്സിംഗ് റൂമിലെത്തി ശ്രീശാന്തിനോട് പറഞ്ഞു, ധോണി നിന്നോട് താഴെ ഡഗ്ഔട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്ന്. അതെന്താ, നിനക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല എന്നായിരുന്നു അത് കേട്ട ശ്രീശാന്തിൻ്റെ മറുപടി. ധോണി അത് പറഞ്ഞപ്പോൾ ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ലെന്നും പക്ഷേ ധോണി നിന്നോട് താഴോട്ട് വരാൻ പറയുകയായിരുന്നുവെന്നും റിസർവ് താരങ്ങൾ ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞുവെന്നും അറിയിച്ചു. അത് കേട്ട് ശ്രീ പറഞ്ഞത്, നീ പോയിക്കോ, ഞാൻ വരാമെന്നായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ധോണിക്ക് ഹെൽമറ്റുമായി ഞാൻ ഗ്രൗണ്ടിലേക്ക് പോയി. ആ സമയവും ശ്രീശാന്ത് വന്നിരുന്നില്ല. ധോണിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നും പറയാതെ ഞാൻ ഹെൽമറ്റ് കൊടുത്തു മടങ്ങി. വെള്ളം കൊടുക്കുന്ന ജോലി തുടർന്നു. അടുത്ത തവണ ഹെൽമറ്റുമായി പോയപ്പോൾ ധോണിക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു. അത്രയും ദേഷ്യത്തിൽ അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ശ്രീ എവിടെ? അവനെവിടെ? എന്താണ് ചെയ്യുന്നത്? ധോണി ദേഷ്യത്തോടെ ചോദിച്ചു. അവനിവിടെ തുടരാൻ താല്പര്യമില്ലെന്നും ടീം മാനേജറായ രഞ്ജിബ് ബിസ്വാളിനെ കണ്ട് ശ്രീശാന്തിന് നാട്ടിലേക്കുള്ള ടിക്കറ്റ് നാളെ തന്നെ ബുക്ക് ചെയ്യാനും ധോണി എന്നോട് പറഞ്ഞു. ഞാനാകെ ഞെട്ടിത്തരിച്ചുപോയി. എന്തു പറയണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. ധോണിയുടെ മുഖത്തേക്ക് ഭയത്തോടെ ഞാൻ നോക്കി നിന്നു. എന്തുപറ്റി? നിനക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. ധോണി പറഞ്ഞ കാര്യം ശ്രീശാന്തിനെ അറിയിച്ചു. അത് കേട്ട ഉടൻ വേഗം വസ്ത്രം മാറി ശ്രീശാന്ത് ഡഗ്ഔട്ടിലേക്ക് വന്നു. അടുത്ത തവണ ഡ്രിങ്ക്സ് ബ്രേക്കിൽ ശ്രീ തന്നെയാണ് വെള്ളവുമായി എന്നോടൊപ്പം ആദ്യം ഗ്രൗണ്ടിലേക്ക് ഓടിയത്. ശ്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങാനിരുന്ന ധോണി തൻ്റെ അടുത്തു വന്ന് ചോദിച്ചു, നീ ടീം മാനേജറോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞോ എന്ന്. എന്തു മറുപടി പറയണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. പിന്നീട് ശ്രീയും ധോണിയും കൂടി ആ പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും അന്ന് താനാകെ പെട്ടുപോയിരുന്നുവെന്നും അശ്വിൻ പുസ്തകത്തിൽ വിവരിച്ചു.